നമസ്കാരം. അറബി നാടുകളിൽ മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടമാണിപ്പോൾ. ഇവിടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടും അത്തരത്തിൽ പുതിയ നീക്കങ്ങൾ അറബ് രാജ്യങ്ങൾ നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് UAE, അവിടുത്തെ ഭരണാധികാരി അടിയന്തരമായൊരു സന്ദർശനം ഇന്ത്യയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്യാത്ത, പൊതുവിൽ വരാത്ത കാര്യങ്ങളും ഉണ്ടെന്ന് അറിയാമല്ലോ. എന്താണ് അഭിപ്രായം? ഒരു രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാവ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒരു മാസം മുമ്പൊക്കെ അറിയിപ്പ് കൊടുക്കും. അത് എന്ത് കാര്യത്തിനാണ് വരുന്നത് എന്ന് കൃത്യമായി നമുക്കറിയില്ലെങ്കിലും ആ വരവിനെ കുറിച്ചൊക്കെ മാധ്യമങ്ങളിൽ ചർച്ചയും ഇതുമൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഒരു എമർജൻസി നോട്ടീസ് പെട്ടെന്ന് ഇന്ത്യക്ക് നൽകുകയാണ്. UAE പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നു. വന്ന് ഇവിടെ മോദി എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് എയർപോർട്ടിൽ പോയി കാണുന്നു. മൈ ബ്രദർ എന്ന് വിളിച്ച് അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നു, ഹസ്തദാനം നൽകുന്നു. അതിനുശേഷം അവർ ഒരേ വാഹനത്തിൽ യാത്ര ചെയ്യുന്നു. അപ്പം ഈ ഇന്ത്യയും റഷ്യയും അല്ലെങ്കിൽ ഇന്ത്യയും ഫ്രാൻസും ഇന്ത്യയും ഇസ്രായേലും ഉള്ള ബന്ധം പോലെ തന്നെയാണ് ഇന്ത്യയും UAEയും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. എന്ത് അടിയന്തര സാഹചര്യത്തിലും അവർ തമ്മിൽ ഒരു അഭേദമായ ബന്ധമുണ്ട് എന്നുള്ള കാലാകാലങ്ങളായി അതങ്ങനെ പ്രത്യേകിച്ച് നരേന്ദ്രമോദി വന്നതിന് ശേഷം ആ ബന്ധത്തിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയി ദൃഢത വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന UAEയുടെ ശത്രു എന്ന് പറയുന്നത് സൗദിയാണ്. ഒരു കാലത്ത് ഇവർ മച്ചാന്മാരായിരുന്നവരാണ്. ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു 2025 ഡിസംബറിൽ ഒരു ഹൂത്തികളുമായി ബന്ധപ്പെട്ട ഹൂത്തികളുടെ ഒരു ആക്രമണം ഉണ്ടായി. ആ ആക്രമണ സമയത്ത് സൗദിയുടെ കുറച്ച് ആളുകൾ UAEയുടെ സൈന്യത്തെ ഏറ്റുമുട്ടിയ സമയത്താണ് ഇവർ തമ്മിലുള്ള സംഘർഷം ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് പിന്നീട് സൗദി പോകുന്നത് പാകിസ്ഥാനിലേക്കാണ്. പാകിസ്ഥാനിലെ അസീം മുനീറും ഷെബാസ് ഷെരീഫുമായി കണ്ട് അവിടെ ഒരു എഗ്രിമെന്റ് പാസ്സാക്കുന്നു. ആ എഗ്രിമെന്റിൽ പറയുന്നു സഹായ ഉടമ്പടി, നിങ്ങൾക്കൊരു സഹായം വന്നാൽ ഞങ്ങളുണ്ടാകും, ഞങ്ങൾക്കൊരു സഹായം വന്നാൽ നിങ്ങളുണ്ടാകും. അതായത് സൗദിയെ ആരെങ്കിലും ആക്രമിച്ചാൽ പാകിസ്ഥാൻ ഉണ്ടാകും, പാകിസ്ഥാൻ ആരെങ്കിലും ആക്രമിച്ചാലോ എന്തെങ്കിലും സഹായം വേണ്ടി വന്നാലോ സൗദിയും ഉണ്ടാകും. ഈ എഗ്രിമെന്റിന് ശേഷം ഏകദേശം പാകിസ്ഥാനിലുള്ള ഒരു കുറേ സൈനികർ സൗദിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം ഈ ഒരു ഇസ്ലാമിക് നാറ്റോ സഖ്യം ഉണ്ടാക്കുന്നതിനായിട്ടുള്ള ഒരു തന്ത്രങ്ങൾ ഈ സൗദിയും തുർക്കിയും പാകിസ്ഥാനും അസർബൈജാനും ഒക്കെ ചേർന്ന് നടത്തുന്നു എന്നുള്ളൊരു വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ UAEക്ക് യഥാർത്ഥത്തിൽ സൗദിയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തെ ഭയമാണെന്നും അതിന് പകരമായ ഒരു ലോകശക്തി എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ഉള്ള പവർ എന്ന രീതിയിൽ വളർന്നു വരുന്ന ഇന്ത്യയെ കൂട്ടുപിടിക്കുക എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത് എന്നാണ് മാഡം പറയുന്നത്. അതെ, കാരണം ഈ ബ്രിക്സ് രാജ്യങ്ങളിൽ ഇന്ത്യ ഇപ്പോൾ വളരെ ശക്തമാണ്. ഇപ്പോൾ ഇന്ത്യ മാത്രമല്ല, നമ്മുടെ ഈ UAEയും അമേരിക്കയും തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുമായി കൂടുതൽ UAE അടുക്കുമ്പോൾ ട്രംപിന്റെ നിലപാട് അറിയാലോ. ട്രംപ് ഒരിക്കൽ പറയുന്നതല്ല, ഇപ്പൊ പറയുന്നതല്ല, 10 മിനിറ്റ് കഴിയുമ്പോൾ പറയുന്നത്. നമ്മുടെ തദ്ദേശീയമായ കറൻസി കൊണ്ടാണ് നമ്മളിപ്പോൾ ട്രേഡ് നടത്തുന്നത്. UAEയുടെ പൈസ കൊണ്ട് നടത്തുന്നു, നമ്മൾ നമ്മുടെ രൂപ കൊണ്ട് നടത്തുന്നു. അപ്പോൾ എല്ലാ രാജ്യങ്ങളും റഷ്യയുമായിട്ടൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് ഡോളറിന്റെ ഇടിവിന് കാരണമാകുമെന്നുള്ള ട്രംപിന്റെ ഒരു ഭയമുണ്ട്. അപ്പോൾ UAE ഇപ്പോൾ ശത്രുതാ ലിസ്റ്റിലേക്കാണ് ട്രംപ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അടച്ചിട്ട മുറിയിൽ രഹസ്യമായ ഒരു ചർച്ച നടക്കുന്നു. 3 മണിക്കൂറിന് ശേഷം UAE പ്രസിഡന്റ് മടങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ഇന്ത്യയുടെ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ചോദിച്ചുകൊണ്ട് UAE വന്നതാണോ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഗൗരവമായി നമ്മൾ കാണേണ്ടത്. കാരണം ഈ ഇസ്ലാമിക രാജ്യമാണ് UAE എങ്കിൽ പോലും UAE നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. കൂട്ടത്തിൽ നിന്നവൻ തന്നെ തിരിഞ്ഞു കൊത്തുന്ന ഒരവസ്ഥ, എവിടെയെങ്കിലും ഒന്നിനും കൊള്ളാതിരിക്കുന്ന പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഭീഷണി, തുർക്കി പിന്നെ ഏത് തരത്തിൽ ആക്രമിക്കും എന്ന് പറയാൻ കഴിയില്ല. അസർബൈജാന്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഇപ്പോൾ ഗ്രീസും സപ്രസും അർമേനിയും ഒക്കെ ആയിട്ട് ഇന്ത്യ ഒരു നല്ല ബന്ധത്തിൽ പോകുമ്പോൾ, അതിലൂടെ ഒരു സൈനിക ബന്ധത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ സൈനികപരമായ ആവശ്യം ഒരുപക്ഷെ UAEക്ക് ഉണ്ടാകാം. UAEയെ സംബന്ധിച്ച് എല്ലാ അഡ്വാൻറ്റേജും ടെക്നോളജിയും ഉള്ള ഒരു രാജ്യമാണ് UAE. ഇപ്പോൾ സൗദി ഇപ്പോൾ ഒരു വലിയ കെട്ടിടമൊക്കെ UAEയെക്കാട്ടിലും ടൂറിസം മേഖലയിൽ വളരണം, എല്ലാ തരത്തിലും വളരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ സൗദിയുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് UAE ആണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ച് പോകുന്നു എന്നാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. ഇവിടെയാണ് ഒരു വിള്ളൽ സംഭവിച്ചുകൊണ്ട് UAE ഒറ്റപ്പെടുത്തിക്കൊണ്ട് ബാക്കി അതായത് ഈ തുർക്കി എന്ന് പറയുമ്പോൾ ലോകത്തിൽ ഇസ്ലാമിക രാജ്യം മാത്രം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തലപ്പത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് തുർക്കി എന്ന് പറയുന്നത്. എർദോഗൻ അതിൻ്റെ തലതൊട്ടപ്പനായി വാഴണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ ഇന്ത്യയിലേക്കുള്ള UAE പ്രസിഡന്റ് എമർജൻസി ആയിട്ടുള്ള വരവ്, അത് നമ്മൾ ഏത് തരത്തിലേക്ക് അതിനെ ഊഹിക്കണം എന്നുള്ളതാണ്
അത് ഇതിൻ്റെ സൈനികമായ താല്പര്യങ്ങളും സാമ്പത്തിക താല്പര്യങ്ങളും വളരെ സ്പഷ്ടമായി ഇപ്പോൾ വെളിയിൽ വന്നിട്ടുണ്ട്. സൈനിക താല്പര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആധുനികമായ ആയുധങ്ങൾ പാകിസ്ഥാനെ നേരിടാനായിട്ട് ഉപകരിക്കും എന്ന് ലോകം മനസ്സിലാക്കിയത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തിക താല്പര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ വലിയൊരു എഗ്രിമെൻ്റാണ് ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഒരു ട്രേഡ് പാർട്ണറാണ് എന്നത് കൂടാതെ വലിയൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് UAE എന്ന് പറയുന്നത്. ഒന്ന് അമേരിക്കയായിരുന്നു. അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും ഒരല്പം വഷളായിട്ട് നിൽക്കുകയും നമ്മൾ വേറെ മാർഗ്ഗങ്ങൾ നോക്കുന്നു. അപ്പോൾ UAE സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്നും പ്രധാനപ്പെട്ട ഒരു സുഹൃത്ത് രാജ്യം തന്നെയാണ്. പക്ഷേ അവർക്കെതിരെ ഒരു സൈനിക നീക്കത്തിന് പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് സൗദി മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഇതിലെ ഏറ്റവും രസകരമായ കാര്യം 45-ന് ശേഷം ആരും ന്യൂക്ലിയർ ബോംബ് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും UAEക്ക് ഇവരുടെ ഈ സൈനിക സഹായ ഉടമ്പടി വന്നപ്പോൾ UAEക്കെതിരെ സൗദി പാകിസ്ഥാന്റെ എല്ലാ ആയുധങ്ങളും ഉൾപ്പെടെ പ്രയോഗിക്കുമോ എന്നൊരു ഭയമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുമായിട്ട് സമാനമായ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുമായിട്ട് സൗദിയും പാകിസ്ഥാനും തമ്മിലുണ്ടാക്കിയതിന് സമാനമായ ഒരു പരസ്പര സഹായ സൈനിക ഉടമ്പടി ഉണ്ടാക്കാൻ പറ്റുമോ എന്നതാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സൈനിക ഉടമ്പടി ഉണ്ടാക്കിയാൽ ഇന്ത്യക്ക് വലിയ നേട്ടമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അധികം സാമ്പത്തികം അക്കാര്യത്തിൽ ഇന്ത്യക്ക് അവർ തരേണ്ടി വരും. ഇന്ത്യ പോലെ ഒരു വലിയ സൈനിക ശക്തിക്ക് നേട്ടമാണ്. പക്ഷെ നമ്മളതിൽ ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിലും ഡിപ്ലോമസിയിലുമൊക്കെ ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത് യുദ്ധത്തിനപ്പുറം വികസനത്തിൻ്റെ പാതയിലാണ്. അപ്പം നമ്മൾ അവരുമായിട്ടൊരു സൈനിക സഖ്യം ഉണ്ടാക്കുമ്പോൾ മറ്റു പല രാജ്യങ്ങളും ഇതിന് പ്രേരിപ്പിക്കപ്പെടും. കാരണം ഇന്ത്യ പോലൊരു വൻ ശക്തിയോട് ഈ സൗദിക്കെതിരായിട്ട് UAEയുമായി നമ്മളൊരു കരാർ ഉണ്ടാക്കിയാൽ ആ പ്രദേശത്തുള്ള പല രാജ്യങ്ങളും സമാനമായ മറ്റ് കരാറുകൾ പാകിസ്ഥാനുമായിട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് UAEയുമായിട്ട് എതിർപ്പുള്ള രാജ്യങ്ങൾ. അങ്ങനെ വരുന്നത് ആത്യന്തികമായി ഇന്ത്യക്ക് ദോഷം വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇത്രയും ആൾക്കാരുടെ സൈനിക സഹകരണത്തിൻ്റെ അധ്യക്ഷനായി മാറുകയും ഈ ഒരു പ്രാദേശിക നാറ്റോയുടെ തലവനായിട്ട് മാറുകയും ചെയ്യുമ്പോൾ വലിയ ഫണ്ടിങ് ആണ് പാകിസ്ഥാനിലേക്ക് വരുന്നത്. അത് ആയുധ ഗവേഷണത്തിന്, അതോടൊപ്പം തന്നെ ആ രാജ്യത്തിൻ്റെ കൂടുതൽ വികസനത്തിനൊക്കെ കാരണമാകും. പാകിസ്ഥാൻ വികസിക്കുന്നത് ഇന്ത്യക്ക് ഭീഷണിയാണ്, പാകിസ്ഥാന് സമാധാനമുള്ളത് ഇന്ത്യക്ക് നല്ലതുമാണ്, പാകിസ്ഥാൻ തകർന്നു പോകുന്നത് ഇന്ത്യക്ക് മറ്റൊരു ഭീഷണിയുമാണ്. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോൾ മാരം ചിന്തിക്കുന്നു ഇതിൻ്റെ പിന്നിൽ ഈ ഒരു ലക്ഷ്യത്തിനപ്പുറം മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം അല്ലേ? ഉണ്ടാകാമെന്ന് പറയുന്നത് UAE സംബന്ധിച്ചിടത്തോളം UAE ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. ഒറ്റപ്പെട്ടെന്ന് പറയുന്നത് ഈ സൗദിയുടെയും പാകിസ്ഥാൻ്റെയും ഒരു കടന്നുകയറ്റം അവർ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം പിന്നെ ഈ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ തീരെ എഴുതി തള്ളാൻ കഴിയുന്ന ഒരു രാജ്യമല്ല. സാമ്പത്തികമായൊക്കെ പിന്നിലാണെങ്കിലും ഈ തുർക്കിയും ഈ അസർബൈജാനും സൗദിയൊക്കെ കൂടെ ചേർന്ന് നിന്നാൽ പാകിസ്ഥാൻ ഒരു പിന്നെ ശക്തമായ രാജ്യം തന്നെയാണ്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴല്ല, വേണമെങ്കിൽ അമേരിക്കയും കൂടെ സഹായത്തിനെത്തും. അപ്പോൾ ഇതുവഴി ചിലപ്പോൾ UAE ആക്രമിക്കാൻ ഇവർ ഒരുങ്ങുമോ എന്നുള്ളൊരു ഭയവും കൂടി UAEക്ക് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു ശരിയായ പോയിന്റാണ്. അതായത് ഈ സൗദിയും അമേരിക്കയുമായിട്ട് സൈനിക സഹകരണ കരാറുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു കരാറിലേക്ക് ഏർപ്പെടാൻ അവരെ UAE നിർബന്ധിക്കുന്ന ഒരു കാര്യം, ഗൾഫിലെ പല രാജ്യങ്ങളിലും അമേരിക്ക ഇടപെടുന്നത് പോലെ UAEയിലും ഭാവിയിൽ ഇടപെട്ടാൽ അവരെ ചെറുക്കുവാനായിട്ട് ഇപ്പോൾ മറ്റൊരു സൈനിക സഖ്യം, അതായത് ഏറ്റവും അടുത്ത് കിടന്ന് സഹായിക്കാവുന്ന മറ്റൊരു സൈനിക സാധ്യത ഇന്ത്യയെ പോലെ വേറെ ഇല്ല. അപ്പോൾ ഇന്ത്യയുമായിട്ടൊരു സൈനിക സഖ്യം ഉണ്ടാക്കിയാൽ അമേരിക്കയെ ഉൾപ്പെടെ അവർക്ക് പോസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തൽക്കാലം പിറകോട്ട് മാറ്റുവാനായിട്ട് സാധിക്കും എന്നതാണ് നമ്മളിതിൽ കാണുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. എന്തായാലും വളരെ ഗൗരവമായ കാര്യം തന്നെയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്, സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഈ പണ്ട് ഔറസാക്കാറിൽ മോദിയും പുടിനും കയറിയപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. 45 മിനിറ്റ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അതുപോലെ തന്നെയാണ് ഇതും പുറത്ത് വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.